ദേവദുന്ദുഭി സാന്ദ്രലയമായി ആത്മാവിൻ പുസ്തകത്താളിൽ കോറിയിട്ട നാമമാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. മനസ്സിൽ നന്മയും പച്ചപ്പും വിശുദ്ധിയുമുള്ള, മുഖത്തെപ്പോഴും ശാന്തതയും അതുപോലെ തന്നെ ലാളിത്യവും കാത്തുസൂക്ഷിക്കുന്ന, സംഗീതം സൗവർണിക പോലെ അലിഞ്ഞൊഴുകുന്ന മനസ്സിൽ നന്മ സൂക്ഷിക്കുകയും ആ നന്മയെ വരികളിലേക്ക് ആവാഹിച്ച് ഉണ്ണിക്കിടാവിൻ്റെ നെഞ്ചിൽ പാലാഴിയേന്തി എന്ന വരികൾ നമുക്ക് സമർപ്പിച്ച മലയാളികളുടെ പ്രിയ കൈതപ്രത്തിന് 73 വയസ്സ് തികയുകയാണ്. ലളിത മനോഹരമായ വരികളിലൂടെ മലയാളികളുടെ ഹൃദയത്തിൽ അനുഭൂതിയുടെ പുതിയ തലങ്ങൾ തീർക്കുന്നവയാണ് കൈതപ്രം ഗാനങ്ങൾ. ഗാനരചയിതാവ് എന്ന നിലയിൽ മാത്രമല്ല, കവി, സംഗീത സംവിധായകൻ, നടൻ, ഗായകൻ, തിരക്കഥാകൃത്ത്, മ്യൂസിക് തെറാപ്പിസ്റ്റ്, കർണാടക സംഗീത വിദഗ്ധൻ എന്ന നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. കൈതപ്രം കണ്ണാടിമനയിൽ കേശവൻ നമ്പൂതിരിയുടെയും അതിഥി അന്തർജനത്തിൻ്റെയും മകനായി 1950 ഓഗസ്റ്റ് 4 കർക്കിടകത്തിലെ രേവതി നക്ഷത്രത്തിലാണ് കൈതപ്രത്തിൻ്റെ ജനനം. 1986 ഫാസിലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിലെ ദേവദുന്ദുഭി സാന്ദ്രലയമാണ് ആദ്യം എഴുതിയ ചലച്ചിത്രഗാനം. പിന്നീട് ഇങ്ങോട്ട് 350-ലധികം സിനിമകൾക്കായി അദ്ദേഹം പാട്ടെഴുതി. പൊന്മുരളി യൂതും കാറ്റിൽ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി, രാമായണ കാറ്റെ തുടങ്ങി മലയാളികൾ ഇന്നും ഏറ്റുപാടുന്ന ഒരു പിടി നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ പിറന്നവയാണ്. ജോൺസൺ മാഷ്, മോഹൻ സിതാര, രവീന്ദ്രൻ മാഷ്, ഔസേപ്പച്ചൻ, SP വെങ്കടേഷ്, വിദ്യാസാഗർ, ജാസി ഗിഫ്റ്റ് തുടങ്ങി ഏറ്റവും ഒടുവിൽ വിനീത് ശ്രീനിവാസനൊപ്പം പോലും അദ്ദേഹം ഗാനങ്ങൾ നിർമ്മിച്ചു. ദേശാടനം, കളിയാട്ടം, തട്ടകം എന്നു സ്വന്തം ജാനകിക്കുട്ടി തുടങ്ങി 20ഓളം ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീത സംവിധാനവും നടത്തി. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ദേവസഭാതലം എന്ന ഗാനരംഗത്തിലടക്കം 13 സിനിമകളിൽ കൈതപ്രം അഭിനേതാവായും വെള്ളിത്തിരയിലെത്തി. 1997 കാരുണ്യത്തിലെ ഗാനങ്ങൾക്ക് അദ്ദേഹത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഗാനരചന കൂടാതെ കർണാടക സംഗീത രംഗത്തെ സംഭാവനകളെ മാനിച്ച് തുളസിവന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. 2021 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 73 വയസ്സിൻ്റെ നിറവിൽ മലയാളത്തിൻ്റെ സൗവർണിക പുണ്യമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് യോഗനാഥം ന്യൂസിൻ്റെ പിറന്നാൾ ആശംസകൾ.